ഹായ് ഹലോ. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശകരമായ മറ്റൊരു മത്സരത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കും. ഇന്ന് രാത്രി, അതായത് ഇന്ന് അർദ്ധരാത്രി കൃത്യം 12:30 വിശ്വപ്രസിദ്ധ ടീമായ ബ്രസീൽ നോർവേയെ നേരിടുന്നതോടുകൂടി ആ മത്സരം നമുക്ക് വീക്ഷിക്കാനാവും. ബ്രസീൽ പേര് പോലെ തന്നെ വളരെ പെരുമയുള്ള ടീമാണ്. ഇതുവരെയുള്ള മത്സരങ്ങൾ പരിശോധിച്ചാൽ ബ്രസീലിന്റെ ഏറ്റവും പ്രസിദ്ധനായ താരം നെയ്മർ, 10 നമ്പർ കളിക്കാരനായ നെയ്മർ ഇതുവരെ പൂർണ്ണമായും കളിക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല. മുഴുവൻ സമയവും കളിച്ചിട്ടില്ല. വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ് കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. വിനീഷ്യസ് ജൂനിയർ, അതുപോലെ തന്നെ മാഴ്സിനോസ്, അവരുടെ ക്യാപ്റ്റൻ മാഴ്സിനോസ്, അതുപോലെ തന്നെ റോഡ്രിഗോ, അതുപോലെ തന്നെ അവരുടെ ഗോളി അലിസൺ ബക്കറെ ആർക്കും പരാജയപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അതുപോലെ തന്നെ ബ്രസീലിനെ സംബന്ധിച്ച് അവരുടെ പ്ലേ മേക്കർ അല്ലെങ്കിൽ അവരുടെ ഗെയിം പ്ലാനർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് കാർലോ അഞ്ചലോട്ടിയാണ്. അപ്പൊ കാർലോ അഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾ ഇന്ന് അത്രയൊന്നും വലിയ തന്ത്രങ്ങളൊന്നും വേണ്ടിവരില്ല നോർവേയോട് എന്ന് ഞാൻ കരുതുന്നു. നോർവേക്ക് നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവും. ബ്രസീലിന് ഗ്രൗണ്ട് സപ്പോർട്ട് കുറയാൻ സാധ്യതയില്ല. എങ്കിലും നോർവേയുടെ ഇതിഹാസ താരം ഹാളണ്ട്, അതുപോലെ തന്നെ നോർവേയുടെ പരിശീലകൻ സോൾബക്കനാണ് പരിശീലകൻ. അയാള് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അവരുടെ മാർട്ടിൻ ഡിഗാർഡ്, ഒരു ക്യാപ്റ്റൻ മാർട്ടിൻ ഡിഗാർഡ്, അതുപോലെ അലക്സാണ്ടർ സ്ലോത്ത്, 7 നമ്പർ കുപ്പായിട്ട് കളിക്കുന്ന അലക്സാണ്ടർ സ്ലോത്ത്, അതുപോലെ തന്നെ 3 നമ്പർ കുപ്പായിട്ട് കളിക്കുന്ന ക്രിസ്റ്റഫർ, ജൂലിയൻ റയേഴ്സ്. അങ്ങനെ അവർക്കും നല്ല താരങ്ങൾ, ശേഷിയുള്ള താരങ്ങൾ, കാലിബറുള്ള താരങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രധാന സെറ്റ് പീസുകളിൽ ഒരു അപകടകാരികളാണ് എന്നുള്ളത് അവരെ കൗശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ഒരിഞ്ഞ പോരാട്ടം നടക്കും ഇന്ന് രാത്രി കൃത്യം 12:30. അപ്പോൾ മസ്റ്റ് വാച്ചാണ്. ഞാൻ ഈ മത്സരത്തെ പ്രവചിക്കട്ടെ. ബ്രസീല് 3 ഗോളുകൾ അടിക്കും. അതുപോലെ തന്നെ നോർവേ 1 ഗോൾ തിരിച്ചടിക്കും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു.